വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബി സ്ക്വയർ. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പാർട്ട് 6 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള 4ാമത്തെ ക്വസ്റ്റ്യനും 19ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള 5ാമത്തെയും 6ാമത്തെയും ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. Fourth question. In the staircase shown here, the height of the first step is 10 centimeter. And the height of each step after it is 17.5 centimeter. So question 1. How high from the ground would be someone climbing up after each step? So question 2. Write these numbers as a sequence. അപ്പോൾ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റെയർ കേസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ സ്റ്റെയർ കേസിന്റെ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെന്റിമീറ്റർ. അതായത് ഈ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ and the height of each step after it is 17.5 centimeter. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പിന്റെയും ഹൈറ്റ് എത്രയാണ്? 17.5 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇത് 17.5 സെന്റിമീറ്റർ സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പും 17.5 എക്സെട്ര. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് 10ഉം ബാക്കിയുള്ള സ്റ്റെപ്പുകളുടെ ഹൈറ്റ് 17.5 ആണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. So question 1. How high from the ground would be someone climbing up after each step? അപ്പൊ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാള് ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അയാളുടെ ഹൈറ്റ് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരാള് സ്റ്റെപ്പ് കയറി പോകുന്തോറും അയാള് ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം ഉയരത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരാം. എന്താണ്, അയാളുടെ ഹൈറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് കയറുന്നതോറും ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ സ്റ്റെപ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സീക്വൻസ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈ സ്റ്റെപ്പ്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ, ഫസ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ അയാളുടെ ഹൈറ്റ്, അയാൾ എത്രത്തോളം ഹൈറ്റിലായിരിക്കും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോൾ ഹൈറ്റ് എത്രയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അപ്പൊ എന്തായിരിക്കും? അയാൾ 10 സെന്റിമീറ്റർ ഹൈ ആയിരിക്കും ഗ്രൗണ്ടിൽ നിന്ന്, 10 സെന്റിമീറ്റർ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് ഒരല്പം ട്രിക്കിയാണ്. നമുക്ക് നോക്കാം. ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എത്തി, സെക്കൻഡ് സ്റ്റെപ്പിൽ അയാൾ എത്തി. അപ്പോ അയാളുടെ ഹൈറ്റ് അല്ലെങ്കിൽ അയാൾ എത്രത്തോളം ഹൈ ആയിരിക്കും ഗ്രൗണ്ടിൽ നിന്ന്? 17.5 ആണോ? അല്ല, അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് മാത്രമാണ് 17.5, 17.5 എന്നുള്ളത്. അപ്പോ ഇവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് അതായത് 10 പ്ലസ് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ ഹൈറ്റ് അതായത് 17.5. ഈ രണ്ട് സ്റ്റെപ്പിന്റെ ഹൈറ്റ് ആയിരിക്കും അദ്ദേഹം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ചെയ്തത്? 17.5 എന്നല്ല, 10 പ്ലസ് 17.5. ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റ് അയാൾക്ക് അല്ലേലും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കയറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യണം. 10 നമുക്ക് എത്ര കിട്ടും? 27.5 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതേണ്ടത്, 27.5 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ സെയിം ലോജിക് അപ്ലൈ ചെയ്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ കാര്യം എഴുതാം. തേർഡ് സ്റ്റെപ്പ്, h is equal to, മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? 1 2 3. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 plus 17.5 plus 17.5.
ഇത് ഒന്ന് മാറ്റി കളഞ്ഞേക്കാം, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ്, ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ്, ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ്, 3 സ്റ്റെപ്പിന്റെ ഹൈറ്റും കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിന്റെ കൂടെ ഒരു 17.5 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 27.5, 17.5 രണ്ടും ആഡ് ചെയ്യുക. 45 സെന്റിമീറ്റർ. അപ്പൊ അയാൾക്ക് എത്രത്തോളം ഹൈ ആണ് ഗ്രൗണ്ടിൽ നിന്ന്? അയാൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം ഹൈറ്റ് ഉണ്ട്? 45 സെന്റിമീറ്റർ. ഇതുപോലെ 6 സ്റ്റെപ്പുകൾ ഉണ്ട്. നിങ്ങൾക്ക് 6 സ്റ്റെപ്പിന്റെ എഴുതാം. ഇവിടെ സബ് ക്വസ്റ്റ്യൻ 2, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം ഈ സീക്വൻസിന് ഒരു പേര് കൊടുക്കണം. വെറുതെ എഴുതരുത്, ഒരു പേര് വേണമെങ്കിൽ എന്നോ ബിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ. എ ഈക്വൽ ടു, അതിനകത്തിലെ ഫസ്റ്റ് ടൈം ഏതാണ്? 10. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ അതായതുകൊണ്ട് 10 ഇവിടുത്തെ ഫസ്റ്റ് ടൈം. രണ്ടാമത്തെ ടൈം ഏതാണ്? 27.5. മൂന്നാമത്തെ സ്റ്റെപ്പോ 45 സെന്റിമീറ്റർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സീക്വൻസ് എഴുതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ടേം എന്തായാലും ഉണ്ടായിരിക്കണം. 3 ടേം ഉണ്ടെങ്കിൽ നമുക്കൊരു സീക്വൻസിന് വേണ്ട എല്ലാം ഇതുമായി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് 5th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ 5th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെയല്ല ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? ഇവിടെ ഞാൻ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ABCDEFGHIJK. ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഫിഗറിനും ഇതുപോലെ പേര് കൊടുക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് അതാണ്, പേര് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ലൈൻ കൂട്ടു ഇതുപോലെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കുറച്ച് ലൈൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ അല്ലെ? ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ തീറ്റ എന്ന് കൊടുക്കുക, ഒരു ആംഗിളിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആംഗിൾ ഡിനോട്ട് ചെയ്തു, പേരും കൊടുത്തു. ഇതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പെർപെൻഡിക്കുലർ? ഈ ലൈനാണ് പെർപെൻഡിക്കുലർ. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് വന്നിരിക്കുന്ന ഈ ലൈൻസില് ഇതാണ് പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ വിളിക്കുക. കാരണം എന്താണ്? ഈ ലൈനും ഈ താഴത്തെ ഈ ബോട്ടം ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലൈനുകളൊക്കെ സ്ട്രെയിറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഇതിനെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഈ ലൈനിനെ വെച്ച് നോക്കുമ്പോൾ ഈ നേരെ വന്നിരിക്കുന്ന ഈ ലൈനുകളെല്ലാം എന്താണ്? സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. Prove that continuing like this, the length of the perpendicular form an arithmetic sequence. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലൈനുകൾ, നേരെയുള്ള സ്ട്രെയിറ്റ് ലൈനുകൾ എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പോകുന്ന പോലെ. അതായത് ഈ GB എന്ന് പറയുന്ന ലൈനിന്റെ കൂടെ, ലെങ്ത്തിന്റെ കൂടെ നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H കിട്ടും. ആ സെയിം വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ID കിട്ടും. അതായത് ഇവയ്ക്ക് ഒരു കോമൺ ഡിഫറൻസും ഒരു ഫസ്റ്റ് ടേമും ഉണ്ട് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്? ആദ്യം തന്നെ ഈ ആംഗിളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. കൺസിഡർ ട്രയാംഗിൾ. ഏത് ട്രയാംഗിൾ ആണ്? ABG. ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക എന്ന് എഴുതുക. ഓക്കെ, ഇതിനു ശേഷം ഈ തീറ്റ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ടാൻ വാല്യൂ എടുക്കുക. ടാൻ തീറ്റ എന്ന് കൊടുക്കുക. ടാൻ തീറ്റ, ടാൻ സൈൻ കോസ് ടാൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഒരു ലിങ്ക് കൊടുക്കാം, ഒരു വീഡിയോയുടെ. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്.
ഇവിടെ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ജി ബി. അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ബി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ജി ബി ബൈ എ ബി എന്ന് കിട്ടി. ഈ വാല്യൂ മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എന്താണ്? എ സി എച്ച് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ എ സി എച്ച്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? തീറ്റയുടെ എച്ച് സി അല്ലെ? എച്ച് സി അതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ സി അല്ലെ? എ സി. എച്ച് സി ഡിവൈഡഡ് ബൈ എ സി എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. ഫൈനലി നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ കൂടി ഇതുപോലെ ടാൻ വാല്യൂ എടുക്കണം. അതാണ് എ ഡി ഐ. ഇതിന്റെ കൂടി നമ്മൾ വാല്യൂ എടുക്കണം. എ ഡി ഐ. ഇവിടെ നമ്മൾ ടാൻ തീറ്റ എടുത്താൽ എത്രയാണ്? നിങ്ങൾ തന്നെ ചെയ്തു നോക്കൂ. ഐ ഡി ഡിവൈഡഡ് ബൈ എ ഡി. ഐ ഡി ഡിവൈഡഡ് ബൈ എ ഡി എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇത് മൂന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടാണ്. ടാൻ തീറ്റ ഈക്വൽ ടു ഇന്നത്, ടാൻ തീറ്റ ഈക്വൽ ടു ഇന്നത്. ഇതുപോലെ നമുക്ക് എത്ര കിട്ടി? 3 വാല്യൂസ് കിട്ടി അല്ലെ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ജി ബി ബൈ എ ബി, എച്ച് സി ബൈ എ സി, ഐ ഡി ബൈ എ ഡി. ഇതെന്ത് ചെയ്യുക? ഒന്നുകൂടി ചെയ്യുക, ഒന്നുകൂടി എഴുതുക. എങ്ങനെ എഴുതണം? ഇതുപോലെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ജി ബി ബൈ എ ബി എന്ന് കിട്ടിയില്ലേ? അത് എഴുതുക. ജി ബി ബൈ എ ബി ഈക്വൽ ടു വീണ്ടും എച്ച് സി ബൈ എ സി എന്ന് എഴുതുക. എച്ച് സി ബൈ എ സി. നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന ടാൻ വാല്യൂ തന്നെയല്ലേ ഇത്? എച്ച് സി ബൈ എ സി. അപ്പോ ഇവിടെ ഈ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ എ സി എന്ന് എഴുതുന്നത് തന്നെയല്ലേ ഇതുപോലെ എഴുതിയിരിക്കുന്നത്? അതെ, ഇക്വേഷൻ വേറെ തെറ്റൊന്നും വരുന്നില്ലല്ലോ. മൂന്നാമത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നതും ഉണ്ട്. അത് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുക. ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. മൂന്നാമത് നമുക്കൊരു കിട്ടിയ വാല്യൂ ഉണ്ട്. മൂന്നാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ അതേതാണ്? ഐ ഡി ബൈ എ ഡി. ഇതുപോലെ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇനി ഓരോ ഇക്വേഷൻ വൈസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യണം. ഇത് രണ്ടും എന്ത് ചെയ്യാണ്? ഇക്വേഷൻ വൈസ് ആയിട്ട് നമ്മൾ ഒരു ആൻസറിലേക്ക് എത്തിക്കാൻ നോക്കണം. ഓക്കെ, നമുക്ക് ആദ്യം അത് ചെയ്യാം. ജി ബി ബൈ എ ബി ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ എ സി. ഇത് ഒന്നുകൂടി എഴുതാം. ജി ബി ബൈ, ഈ ഇക്വേഷനില് നമുക്ക് ജി ബിക്കും എച്ച് സിക്കും വല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എ ബിക്ക് ഈ എ സി എന്ന് പറയുന്ന ഈ വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു 2 എന്ന് എഴുതാം. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈക്വലി സ്പേസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ വാല്യൂ ഇത് എന്താണ്? ഇതെന്താണ്? എ ബി. ഈ ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ എ സിനെ നമുക്ക് എന്ത് എഴുതാം? എ ബി പ്ലസ് എ ബി എന്ന് എഴുതാം. അതാണ് ഞാൻ എന്ത് പറഞ്ഞത്? 2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ എ ബിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് അതുപോലെ തന്നെ എഴുതുക. എ സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 2 ഇൻറ്റു എ സി എന്ന് എഴുതാം. സോറി, എ ബി എന്ന് എഴുതാം. 2 ഇൻറ്റു എ ബി. ലെങ്ത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. എ സി എന്ന് പറയുന്നത് എന്താണ്? 2 പ്രാവശ്യം എ ബി കൂട്ടിയാലാണ് എ സി കിട്ടുക. അതാണ് ഇതുപോലെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ എ ബിയും ക്യാൻസൽ ചെയ്യാം. കാരണം എന്താണ്? ഡിനോമിനേറ്റർ സൈഡിലാണ് അല്ലെ? ഡിനോമിനേറ്റർ സൈഡിലുള്ളത് കാരണം നമുക്ക് എ ബിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ ഈ 2 ഉണ്ടല്ലോ, ഇതിനെ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടും? Q into GB is equal to HC. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് അവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഞാൻ ആദ്യം എഴുതിയത് എങ്ങനെയായിരുന്നു? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഒരു വാല്യൂ കൂടി ഞാൻ എഴുതിയിരുന്നു. അതേതാണ്? ID ബൈ AD അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടേമും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? GB ബൈ AB is equal to ID by AD. ഇവിടെ നടുക്ക് HC by AC ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇവിടെ മാച്ച് കളയുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് മാച്ച് കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോഴും ഇത് രണ്ടും ഈക്വൽ അല്ലേ? GB by AB is equal to ID by AD എന്നല്ലേ നമുക്ക് കിട്ടുക. ഓക്കെ, ടാൻ തീറ്റ ഇതിനെ രണ്ടിനും ഈക്വൽ അല്ലേ? അതെ. അപ്പൊ എന്താണ്? നമ്മൾ തെറ്റൊന്നും വരുത്തിയിട്ടില്ല. ഇതുപോലെ തന്നെ ചെയ്യുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക? ഇവിടെ GB-ക്കും AB-ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇത് അതുപോലെ തന്നെ അവിടെ വച്ചേക്കുക. ID ഏതാണ്? ഈ ലൈനാണ് ID. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. AD അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. അതെങ്ങനെയാണ്? ഇവിടെ AD എന്ന് പറയുന്നത് എന്താണ്? AB പ്ലസ് AB പ്ലസ് AB. 3 വട്ടം AB ആഡ് ചെയ്യുന്നതല്ലേ? അതായത് AD എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? AB പ്ലസ് BC പ്ലസ് CD എന്നുള്ളതാണ്. ഈ BC എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈ ലെങ്ത്തും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. AD എന്ന് പറയുന്നത് AB പ്ലസ് BC പ്ലസ് CD എന്നാണ് എന്ന് എഴുതുക. ഇവിടെ AB എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതുക. AB പ്ലസ് ഈ BCയുടെ ലെങ്ത്തും ABയുടെ ലെങ്ത്തും ഈക്വൽ അല്ലേ? അതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വലി സ്പേസ്ഡ് എന്ന്. ഇവർ തമ്മിലുള്ള സ്പേസ് എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട? കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ BCക്ക് പകരം എന്ത് ചെയ്യുക? AB എന്ന് കൊടുക്കുക. CDയും നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ AB എന്ന് എഴുതുക. കാരണം ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വലി സ്പേസ്ഡ് എന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 into AB എന്ന് എഴുതാം. 3 multiplied by AB. അപ്പോൾ ഞാൻ AD മാറ്റിയാണ്. ADക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്താണ്? 3 into AB എന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ സിമ്പിൾ ആണ് അല്ലേ? ഈ ടേംസ് ക്യാൻസൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, അങ്ങനെ ചെയ്തോളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 GB is equal to ID by 3. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 into GB is equal to ID എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ചെയ്തു തരാം. അതായത് നമുക്ക് മുമ്പ് കിട്ടിയ ആൻസർ ഏതായിരുന്നു? Q into GB is equal to എത്രയാണ്? HC എന്നായിരുന്നു. ഓക്കെ, ഇവിടെ 3 into GB is equal to ID എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 into GB, അതായത് എന്താണ് അർത്ഥം? GB പ്ലസ് GB, അതാണല്ലോ 2 into GB. GB പ്ലസ് GB is equal to HC എന്ന് കിട്ടി. അതായത് ഈ ലൈനിന്റെ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ GB ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് HC കിട്ടും എന്ന് മനസ്സിലായി.
അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ഏതാണ്? ജി ബി. ഫസ്റ്റ് ടേമും ജി ബി തന്നെ. അപ്പോ ഇവിടെ കോമൺ ഡിഫറൻസ് ജി ബി ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഇനി ഇവിടെ 3 into GB എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്യാം. ഇവിടെ എന്താണ്? 3 പ്രാവശ്യം ജി ബി ആഡ് ചെയ്യും അല്ലെ? ജി ബി പ്ലസ് ജി ബി പ്ലസ് ജി ബി. ഇവിടെ ഇത്രയും ഭാഗം അതെന്താണ്? ഈ കൊടുത്തിരിക്കുന്നതല്ലേ? എച്ച് സി അല്ലേ? ഇവിടെ വരുന്നത് എന്താണ്? എച്ച് സി ആണ് ഇവിടെ വരിക. നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് എച്ച് സി പ്ലസ് ജി ബി. ഇവിടെ ജി ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഐ ഡി എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ? എച്ച് സിയുടെ കൂടെ, അതായത് ഈ ലൈനിന്റെ കൂടെ നമ്മൾ ജി ബി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഐ ഡി എന്ന് പറയുന്ന ലൈൻ കിട്ടി. ഇവിടെ എന്താണ്? ഡിഫറൻസ് സെയിം തന്നെയല്ലേ? അതെന്താണ് അർത്ഥം? ഇതിനൊരു കോമൺ ഡിഫറൻസും ഈ സീക്വൻസിന് ഒരു കോമൺ ഡിഫറൻസും ഒരു ഫസ്റ്റ് ടേമും ഉണ്ട്. അതുകൊണ്ട് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഈസ് xn is equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് എന്താണ് തരാറ്? സീക്വൻസ് ആണ് തരാറ്. ഓക്കെ, അപ്പൊ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സീക്വൻസ് എഴുതാം. n equal to 1 വരുമ്പോൾ എന്തായിരിക്കും വരിക? ഈ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് x1 is equal to 1 cube അല്ലെ? എന്നിന് വരെ 1 ഇട്ടാ 1 cube minus 6 into 1 square plus 13 into 1 minus 7. ഇത് സിമ്പിൾ ആണ് അല്ലേ? 1 cube എത്രയാണ്? 1 minus 6 into 1 square 6 plus 13 into 1 13 minus 7. അപ്പോൾ നമുക്ക് 1 plus 13 എത്രയാണ്? 14 minus 6 minus 7 അത് എത്രയാണ്? minus 6 minus 7 കൂട്ടിക്കഴിഞ്ഞാൽ minus 13 that is equal to 1. അപ്പോൾ ആദ്യത്തെ ടേം എത്രയാണ് നമുക്ക് കിട്ടി? 1 ആണ് എന്ന് കിട്ടി. ഇനി n equal to 2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n equal to 2 വരുമ്പോൾ x2 എന്ന് വരും. x2 equal to 2 cube minus 6 into 2 square plus 13 into 2 minus 7. ഇത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കാണ് നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ഓക്കെ, 2 ക്യൂബ് എത്രയാണ്? 2 into 2 into 2 that is 8 minus 6 into 2 square എത്രയാണ്? 2 into 2 4 into 6 24 plus 13 into 2 എത്രയാണ്? 13 into 2 26 minus 7. ഇവിടെ പോസിറ്റീവ് ടേംസ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 26 plus 8 that is 34 minus negative 24 plus negative 7 അത് എത്രയാണ്? negative 31. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 3 ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം എത്രയാണ് നമുക്ക് കിട്ടി? x2 എത്ര കിട്ടി? 3 കിട്ടി. x1 എത്രയാണെന്ന് അറിയാം? 1 ആണെന്ന് അറിയാം. x2 3 കിട്ടി. അപ്പോ ഇവിടെ എത്രയാണ് കോമൺ ഡിഫറൻസ് വരിക? x1 1 ആണ്, x2 3 ആണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും വരിക? 2 ആയിരിക്കും വരിക. അപ്പൊ ഇനി അടുത്തത് വരാൻ പോകുന്ന ടേം ഏതായിരിക്കണം? 3 plus 2 അതായത് എത്രയാണ്? 5 ആയിരിക്കണം അടുത്ത് വരുന്ന ടേം. അല്ലെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ്? അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കാരണം എന്താണ്? കോമൺ ഡിഫറൻസ് മാറിക്കഴിഞ്ഞാൽ
വേറെ ഏതെങ്കിലും നമ്പർ വരിക. അതുകൊണ്ട് ഇത് കോമൺ ഡിഫറൻസ് ആയിരിക്കില്ല. നമുക്ക് നോക്കാം ഫൈനൽ ആൻസർ എത്രയാണ്. അപ്പോ n equal to 3 കൊടുക്കുകയാണെങ്കിൽ 3 cube minus 6 into 3 square plus 13 into 3 minus 7. 13 into 3 minus 7. 3 cube അത് എത്രയാണ്? 3 into 3 9. 9 into 3 27 minus 6 into 9 അത് എത്രയാണ്? 54 വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പയ്യെ ചെയ്താൽ മതി. പ്ലസ് 13 into 3 അത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കേണ്ടി വരും. 13 into 3 9 39 minus 7. ഇവിടെ പോസിറ്റീവ് ടേംസ് നമുക്ക് ആയിട്ട് അത് ആഡ് ചെയ്യാം. 27 and 39 50 plus 66 66 നമുക്ക് ആൻസർ കിട്ടി. മൈനസ് 54 7 മൈനസ് 54 മൈനസ് 7 ഇത് എത്രയാണ് ആൻസർ വരിക? ഇതും ഈ 54ഉം 7ഉം ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇടുക. ഓക്കെ, 54 plus 7 61 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. 61 66 മൈനസ് 61 അത് എത്രയാണ്? 5. ഇവിടെ മൂന്നാമത്തെ ടേം ഏതായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് നടന്നത്? 5 വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെയും കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 തന്നെ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം ഇവിടെ ഫസ്റ്റ് ടേം 1 ഉണ്ട്, കോമൺ ഡിഫറൻസ് അതായത് 2 അതും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതോടെ ഈ പാർട്ട് 6 അവസാനിക്കുന്നു.